വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ റാംബ്ലിങ്സ് ബൈ രേഷ്മ. സോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഋതുവിൻ്റെ ആദ്യത്തെ റോഡ് ട്രിപ്പാണ് ടു ഹർ ഫാദേഴ്സ് ഹോം. ഫസ്റ്റ് ടൈമാണ് ആളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ടോട്ടലൊരു അറൗണ്ട് ഒരു 4 to 5 hours ഒരു ഡ്രൈവ് ഉണ്ട്. ബട്ട് ബേബി ഉള്ളത് കൊണ്ട് നമ്മൾ പതുക്കെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ എങ്ങനെയാണത് മാനേജ് ചെയ്തത്, ഒരു 4 month ഓൾഡിനെയും കൊണ്ട് ഇത്രയും ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ടിപ്സ്, ഞങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടോ, അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യും ഈ വീഡിയോയിൽ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി വീട്ടിൽ നിന്നൊരു അറൗണ്ട് ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡാണ് വണ്ടി ഓടിക്കുന്നത്, ഞാനിപ്പോൾ ഫീഡ് ചെയ്യാണ്. സോ അപ്പോൾ ഒരു ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവ് ചെയ്യും. സോ ഇഫ് അച്ഛനും അമ്മയും ഡ്രൈവ് ചെയ്യുമെങ്കിൽ ഇത്രയും ലോങ് കുട്ടീനെ അമ്മ ഒറ്റയ്ക്ക് എടുത്തിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. കൈയൊക്കെ വേദന എടുക്കും. അപ്പോൾ മാറി ഓടിക്കുക. ഞങ്ങൾ രാവിലെ വെളുപ്പിനെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ആ വെളുപ്പിനെ സമയത്ത് കുട്ടി ഉറങ്ങും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അമ്മ ആദ്യം കുട്ടീനെ ഫീഡ് ചെയ്തിട്ട് അച്ഛൻ്റെ കൈ കൊടുക്കുമ്പോൾ ആള് കംപ്ലീറ്റ്ലി എണീക്കുന്നതിന് മുന്നേ വരെ അമ്മ ഓടിക്കുക, പിന്നെ ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യുക. അങ്ങനത്തെ രീതിയിൽ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടീനെ മാറി എടുക്കാം. അപ്പോൾ കഴിക്കുന്നൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഡ്രൈവിംഗ് സ്വിച്ച് ചെയ്തു. ഇപ്പോൾ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ബേബീൻ്റെ ഡയപ്പർ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു കുറച്ച് പ്രൈവസിയൊക്കെ നോക്കി ഒതുക്കിയാണ് നിർത്തിയിട്ടുള്ളത്. എവറി 1 or 1.5 hour ബ്രേക്ക് എടുത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ബിക്കോസ് ഇത് ആദ്യത്തെ റോഡ് ട്രിപ്പാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഹായ് എവരിവൻ, ഞാൻ പിന്നെയും ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയേക്കുവാണ്. പിന്നെ ബേബിക്കൊരു ചെറുതായിട്ടൊരു ബ്രേക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു അറൗണ്ട് 2 hours കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രേക്ക് കൊടുത്തത്. പക്ഷെ അങ്ങനെ കൊടുത്താൽ പോരായിരുന്നു. ആൾ ഉറക്കമായിരുന്നുകൊണ്ട് ഉറക്കം ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് ഓർത്തിട്ടാണ് 2 hours കണ്ടിന്യൂസ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2 hours കഴിഞ്ഞു. ആളെയും കൊണ്ട് അച്ഛൻ ഇങ്ങനെ പുറത്തേക്കൂടെ നടക്കുകയാണ്. ഞാനിവിടെ ചായ കുടിക്കുകയാണ്. എല്ലാം ഇതുവരെ ഓക്കെയാണ്. ഇനിയിപ്പോൾ ഞാനായിരിക്കും ബാക്കിലിരിക്കുക, ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യും. ബിക്കോസ് ആളിപ്പോൾ എണീറ്റിട്ടുണ്ട്. വാശികളും കരച്ചിലും ഒക്കെ തുടങ്ങും. സോ ഇടയ്ക്ക് ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നിർത്തി പോയി ഫീഡൊക്കെ ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിക്കണം. ഓക്കെ, അവിടെ മയിലിനെ കാണാൻ പോയതാണ് രണ്ടുപേരും. ഹായ്. അപ്പോൾ നമ്മളൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണ്. ഹസ്ബൻഡാണ് ഓടിക്കുന്നത്. ഇനി ഏകദേശം ഒരു 2-3 hours ഒക്കെ ഉണ്ട് ട്രാവല്. അതിനിടയ്ക്ക് ഒരു ബ്രേക്ക് കൂടെ കുട്ടിക്ക് കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ കുട്ടീൻ്റെ 2ാമത്തെ ബ്രേക്കാണ് കേട്ടോ. അച്ഛനും മോളും കൂടെ നടക്കാൻ ഇറങ്ങിയതാണ് പുറത്ത്. ഒരു ജ്യൂസൊക്കെ കുടിച്ച് നമ്മുടെ 2ാമത്തെ ബ്രേക്കാണ്. ഇനി ഇവിടെ നിന്നൊരു 45 minutes മാക്സിമം ഉണ്ടാവുള്ളൂ. ഇതുവരെ ടച്ച് വുഡ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വെച്ചിട്ട് ചെറിയ ഒരു ഒരു കരച്ചിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് കുട്ടി അത്യാവശ്യം കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ചെവിക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടായിരിക്കും. പിന്നെ കിടന്നുറങ്ങി. ഇപ്പോൾ അത് എണീറ്റു. ഇനിയിപ്പോൾ ഒരു ഉറക്കത്തിന് ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ട് ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ഒരു ഉറക്കം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു റോഡ് ട്രിപ്പ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എത്ര നേരം എടുത്തു, ഒരു 5:45 5:30 ഒക്കെ അപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു അറൗണ്ട് 10:30-11 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 6 hours എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 6 hours ഈ റോഡ് ട്രിപ്പ് വരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി ഓടിക്കുക. ഇഫ്
എന്താ പറയുക, അമ്മയ്ക്ക് ഒന്ന് കൈമാറി എടുക്കാനൊക്കെ ആളുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ഒരാൾ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ ഇത്രയും നേരം ട്രാവലിംഗ് ഉണ്ട്, അപ്പോൾ അത്ര നേരം എടുക്കുമ്പോൾ നമുക്ക് ബാക്ക് പെയിനും, എനിക്കിപ്പോൾ തന്നെ നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ രണ്ടുപേരും മാറി മാറി എടുക്കുക എന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ എന്ന് വെച്ചാൽ സ്ലീപ്പിംഗ് ബാഗിൽ കുട്ടീനെ പിടിക്കാതിരിക്കുക. ബിക്കോസ് സ്ലീപ്പിംഗ് ബാഗിൽ പെട്ടെന്നൊരു പിടുത്തം കിട്ടണമെന്നില്ല. ഇത്രയൊക്കെ ലോങ് ട്രാവൽ ചെയ്യുമ്പോൾ ചിലർ പറയും സ്ലീപ്പിംഗ് ബാഗിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കംഫർട്ട് ആയിരിക്കുമല്ലോ എന്ന്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ സ്ലീപ്പിംഗ് ബാഗിന് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടില്ല. അപ്പോൾ നമ്മുടെ കൈ തന്നെ ഇരിക്കാൻ നമുക്ക് ചേർത്ത് പിടിക്കാമല്ലോ. അപ്പോൾ പിന്നെ ഡയപ്പറൊക്കെ മാറുമ്പോൾ, ഇപ്പോൾ ഡയപ്പർ ചേഞ്ചിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ വണ്ടി ടിയാഗോയാണ്. അപ്പോൾ ഇതിനുണ്ടോ അതിനകത്ത് ഇങ്ങനെ സീറ്റ് ഇങ്ങനെ എന്താ പറയുക കുറച്ച് ഇതായിട്ടായിരിക്കുന്നത്. അപ്പോൾ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒന്ന് കുട്ടി കംഫർട്ടബിൾ ആയിട്ടിരിക്കില്ല. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് തന്നെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ റെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ഒന്ന് സ്ട്രെച്ച് ചെയ്യിപ്പിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, സ്ലീപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഇത് കിടത്തുകയെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് സ്ട്രെച്ച് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ടിപ്സായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ, ഇടയ്ക്കിടയ്ക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ്സ് അപ് ടു, അതായത് എല്ലാ കുട്ടികളും ഡിഫറെൻ്റ് അല്ല. അപ്പോൾ ഓരോ കുട്ടികളും അനുസരിച്ച് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ച് കൊണ്ടുപോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും റോഡ് ട്രിപ്പൊക്കെ കുട്ടീനെ കൊണ്ട് ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചൊക്കെ പോവുക, അധികം സ്പീഡിലൊന്നും പോവാതെ പോവുക. സോ that's it for today, and if you like this video please do like, share and comment. നിങ്ങളുടെ ഫസ്റ്റ് റോഡ് ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ് എന്താണ്, ടിപ്സ് കൂടുതലൊക്കെ പറയാനുണ്ടെങ്കിൽ please do comment. Okay, thank you for watching the video. Bye, see you in my next video.